ഓക്കെ, ഇനി നമ്മൾ KTU ജൂൺ 2022-2019 സ്കീമിൻ്റെ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓവർ ദ ലെങ്ത് ഓഫ് ദ ബീം ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇസ് ഓൾവേസ് എങ്ങനെയായിരിക്കും? പാരബോളിക് ആയിരിക്കും. ഓക്കെ, ഒരു ബീമിൻ്റെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഏതുപോലത്തെയാണ്? ലീനിയർ ആണോ, പാരബോളിക് ആണോ, ക്യൂബിക്കൽ ആണോ, സർക്കുലർ ആണോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവാന്ന് വെച്ചാൽ പാരബോളിക് ആണ്. ഓക്കെ, ഇഫ് ദ ഷിയർ ഫോഴ്സ് അലോങ് എ സെക്ഷൻ ഓഫ് എ ബീം ഇസ് 0, ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ what will be the bending moment? The bending moment at the section is maximum. ഇത് എല്ലാവർക്കും അറിയാനുള്ളതല്ലേ. ഷിയർ ഫോഴ്സ് ഓഫ് എ ബീം ഇസ് 0 ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ഇത് എപ്പോഴും മറക്കരുത് കേട്ടോ. ഏതാ ക്വസ്റ്റ്യൻ? ഫോർ എ ഗിവൻ മെറ്റീരിയൽ യങ്സ് മോഡുലസ് ഇസ് ഗിവൻ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇസ് ഗിവൻ, വാട്ട് ഇസ് ദ പോയ്സൺസ് റേഷ്യോ? അപ്പൊ ഈ രണ്ട് റിലേഷൻ, ഇത് രണ്ടിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് പോയ്സൺസ് റേഷ്യോ കിട്ടും. അപ്പൊ അതിന്റെ ഫോർമുല എന്തുവാ? E is equal to 2G into 1 plus mu. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതാണ് വേണ്ടത്. ഇത് രണ്ടും അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോയ്സൺസ് റേഷ്യോ കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ ഒരു ഇതുണ്ടല്ലോ, യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും കണക്ട് ചെയ്യുന്ന ഇക്വേഷനും ഉണ്ട്. ചിലപ്പോൾ ഇത് ചോദിച്ചാൽ നമുക്ക് ഈ ഫോർമുലാവും പഠിച്ചു വെക്കണം കേട്ടോ. E is equal to 3K into 1 minus 2 mu. ഓക്കെ, യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി ആണെങ്കിൽ E is equal to 2G into 1 plus mu. യങ്സ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് ആണെങ്കിൽ E is equal to 3K into 1 minus 2 mu. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഏത് കൊടുത്താലും പോയ്സൺസ് റേഷ്യോ കൊടുത്ത് K കൊടുക്കുവാണെങ്കിൽ നമുക്ക് E കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൊടുക്കുവാണെങ്കിൽ നമുക്ക് പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫോർമുല പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ if the principal stresses in the plane stress sigma 1 and sigma 2 തന്നിട്ടുണ്ട്, magnitude of the maximum shear stress കണ്ടുപിടിക്കണം. sigma 1 sigma 2 തന്നിട്ടുണ്ട്, maximum shear stress കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഫോർമുലയാണ്. tau max is equal to sigma 1 minus sigma 2 divided by 2. അപ്പം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് sigma 1 തന്നിട്ടുണ്ട്, sigma 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tau max എന്താണ് കിട്ടും. Okay, the angle between the major principal plane and the minor principal plane for a strained body is 90 degree. Okay, the angle between the principal plane and the plane of a maximum shear stress is 45 degree ആണ്. പക്ഷേ ഇവിടെ അത് താറാത്തുകൊണ്ട് നമ്മൾ none of the above എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, മാക്സിമം പ്രിൻസിപ്പൽ പ്ലെയിനും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. മാക്സിമം മിനിമം പ്രിൻസിപ്പൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. മാക്സിമം പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ എന്ന് പറയുന്നത് ദിസ് ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. ഇവിടെ തരാത്ത് കൊണ്ട് നമ്മൾ നൺ ഓഫ് ദി അബോവ് എഴുതിയത്. ഓക്കെ, വാട്ട് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ബെൻഡിങ് എ 10 mm ഡയാമീറ്റർ റോഡ് ടു 2000 mm ഡയാമീറ്റർ? അപ്പം ഈ സ്ട്രെസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ, നമ്മുടെ ബെൻഡിങ് ഈക്വേഷന്റെ ഫോർമുല എഴുതിയാൽ മതി. M/I is equal to F/Y is equal to E/R. ഓക്കെ, ഇത് പെട്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ മേ ഐ ഫൈൻഡ് യു എലിസബത്ത് റാണി. ഓക്കെ, അപ്പൊ M/I is equal to F/Y is equal to E/R. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെസ് അല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് എന്തൊക്കെയാ വാല്യൂസ് തന്നിട്ടുള്ളത്? E തന്നിട്ടുണ്ട്, റേഡിയസ് അതായത് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് അത് തന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ടിനും നമുക്ക് ഈക്വേറ്റ് ചെയ്യുമ്പോൾ എഫ് എന്താണ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1000 MPa. ഓക്കെ, ദ ബെൻഡിങ് സ്ട്രെസ് ഇൻ എ ബീം വേരീസ് ഡയറക്ട്ലി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇതെങ്ങനെയാ അവർ കണ്ടുപിടിച്ചത്? ഇതാണെന്നുള്ളത്. പിന്നെയും നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ M/I is equal to F/Y അല്ലേ? F/Y is equal to E/R. നമുക്ക് ഏതാ വേണ്ടത്? സ്ട്രെസ് ആണ് അല്ലേ? ബെൻഡിങ് സ്ട്രെസ് വേരീസ് വിത്ത് ബെൻഡിങ് സ്ട്രെസ് F, that is sigma varies with Y. ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ അവർ തന്നിരിക്കുന്നത്, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. അതുകൊണ്ടാണ് നമ്മൾ
ഇവിടെ y അല്ലേ, അതുകൊണ്ടാണ് ബെൻഡിങ് സ്ട്രെസ് വേരീസ് വിത്ത് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് നമ്മൾ പറയുന്നത് കേട്ടാ. അടുത്ത പ്രോബ്ലം ഇതിലെ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണേ കേട്ടാ. In a simply supported beam, maximum shear stress in a triangular cross section of altitude h occurs at a distance of h/6 from the neutral axis. ഇതാണ് ആൻസർ. ഇത് എങ്ങനെയാ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇതിന്റെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ടൗ മാക്സ് 3/2 ഓഫ് ആവറേജ് ആണ്. ഓക്കെ, 3/2 ഓഫ് ടൗ ആവറേജ് ആണ് ടൗ മാക്സിമം. അപ്പോൾ ഈ ടൗ മാക്സിമം അക്കർ ആകുന്ന ഡിസ്റ്റൻസ് ആണ് h/2. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് അക്കേഴ്സ് അറ്റ് h/2 ഫ്രം ദ ബേസ്. ഓക്കെ, ഇത് മറക്കരുത്. മാക്സിമം ഷിയർ സ്ട്രെസ് നമ്മുടെ ട്രയാങ്കുലർ സെക്ഷനകത്ത് ബേസിലെന്ത് h/2ലാണ് ടൗ മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതുവാ h/2 മൈനസ് h/3 ചെയ്യുമ്പോൾ നമുക്ക് h/6. അതുകൊണ്ടാണ് h/6 ഫ്രം ദ ന്യൂട്രൽ ആക്സിസിന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, two beams of equal cross-sectional areas are subjected to equal bending moment. If one beam has square cross-section and other has a circular cross-section, then ഏത് ബീമാണ് സ്ട്രോങ് ആവുള്ളത്? സർക്കുലർ ബീമാണ് സ്ട്രോങ്, സ്ക്വയർ ബീമാണ് സ്ട്രോങ്, ഇല്ല രണ്ടിനും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതോ 4 ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രണ്ടത്തിനും അവർ എന്ത് തന്നിട്ടുള്ളത്? ക്രോസ് സെക്ഷണൽ ഏരിയ ഈക്വൽ ആണ് തന്നിട്ടുള്ളത്. 2 beams ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു സർക്കുലർ ബീം, ഒരു സ്ക്വയർ ബീമും ഒരു സർക്കുലർ ബീമും, ഈ രണ്ടത്തിനും ഏരിയ ഈക്വൽ ആണ്. ഓക്കെ, ഏരിയ ഈക്വൽ ആണ്. പക്ഷെ ഏതാണ് സ്ട്രെങ്ത് കൂടുതലുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ആ രണ്ട് ബീം, ഈ ബീമിന്റെ സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ബീമിന്റെ സെക്ഷൻ മോഡുലസ് ദാറ്റ് ഇസ് ഇസെറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സർക്കുലർ ബീമിന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക, സ്ക്വയർ ബീമിന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുക. അപ്പം ഈ രണ്ടത്തിനും ഏതിന്റെ വാല്യൂ ആണ് കൂടുതലുള്ളതോ അതാണ്, അതിന്റെ സ്ട്രെങ്ത് ആണ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം സെക്ഷൻ മോഡുലസ് ഫോർമുല എഴുതണം ആദ്യം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ കമ്പാരിസൺ ഇതുപോലത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി 2 ബീംസ് കമ്പാരിസൺ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ മോഡുലസ് വാല്യൂ വെച്ചിട്ടാണ്. ഇസഡ് ഏതിന്റെ കൂടുതലുള്ളതോ അതാണ് സ്ട്രെങ്ത് കൂടുതലുള്ളത്. ഓക്കെ, അപ്പം സർക്കുലർ സെക്ഷനിന്റെ സെക്ഷൻ മോഡുലസ് ഇസഡ് ഇസ് ഈക്വൽ ടു πd3/32. ഓക്കെ, സ്ക്വയർ സെക്ഷനിന്റെ സെക്ഷൻ മോഡുലസ് b3/6. പക്ഷെ ഇവിടെ d³ ആണ്, ഇവിടെ b ആണ്. അപ്പം ഏതെങ്കിലും ഒന്ന് ഡിനെ ബിയിലായിട്ട് കൊണ്ടുവരണം, ബി ഡിയിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നമുക്ക് പ്രോബ്ലമിനകത്ത് ക്രോസ് സെക്ഷണൽ ഏരിയസ് ആർ ഈക്വലിന് തന്നിട്ടുണ്ട്, എന്നാലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ദി സർക്കുലർ ബീം ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സ്ക്വയർ ബീം. ഏരിയ ഓഫ് ദി സർക്കുലർ ബീം അറിയാലോ, π/4d². സ്ക്വയർ ബീമാണോ? b² ആണ്. അപ്പൊ b ഇസ് ഈക്വൽ ടു d/2 √π നമുക്ക് കിട്ടി. അപ്പൊ സ്ക്വയറിന്റെ സെക്ഷൻ മോഡുലസിന്റെ ഫോർമുലനകത്ത് ബിക്ക് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ d³ √π the whole cube divided by 2³. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ മോഡുലസ് ഫോർ ദ സ്ക്വയർ സെക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി, സർക്കുലർ സെക്ഷൻക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ZC ഡിവൈഡ് ബൈ Z² രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നോക്ക്, സർക്കുലർ സെക്ഷന്റെ സ്ക്വയർ സെക്ഷൻ മോഡുലസ് എന്തുവാ? ഈ സ്ക്വയർ സെക്ഷനിന്റെ സെക്ഷൻ മോഡുലസ് ഇത്രയും വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് സെക്ഷൻ മോഡുലസ് ഫോർ ദ സർക്കുലർ സെക്ഷൻ കിട്ടും. മനസ്സിലായോ? അപ്പം ഇതാണ് നമുക്ക് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ സെക്ഷൻ വിൽ ബി സ്ട്രോങ്ങർ അങ്ങനെ നമ്മൾ പറയുന്നത്.
ഓക്കെ, ഇത് പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സെക്ഷൻ മോഡുലസിന്റെ ഫോർമുല എഴുതുക. ഈക്വൽ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു ഡി ഇങ്ങനെ ഒരു റിലേഷൻ കൊണ്ടുവരിക. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടത്തിനും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇസെഡ് സി ഡിവൈഡ് ബൈ ഇസെഡ് സ്ക്വയർ, ഇസെഡ് സ്ക്വയറിന്റെ സെക്ഷൻ മോഡുലസിന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫൈനൽ റിലേഷൻ കിട്ടിയത്. സ്ക്വയർ സെക്ഷൻ മോഡുലസിന്റെ കൂടെ 0.844 മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് സർക്കുലർ സെക്ഷൻ കിട്ടും, സെക്ഷൻ മോഡുലസ് കിട്ടും. അപ്പൊ ഇതാണ് കൂടുതൽ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത്. മനസ്സിലായോ? A pitted tube is used to measure velocity of flow. Okay. For exerting a pressure of 4.8 kg per centimeter square, the depth of oil specific gravity തന്നിട്ടുണ്ട് should be 60 cm. എന്താ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല? P is equal to rho GH. പ്രഷർ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി 0.8 into 1000 into 9.81 into H ഇടുമ്പോൾ നമുക്ക് H കിട്ടും. ഓക്കെ, the flow in open channel is said to be subcritical if the Froude number is less than 1. Okay, if it is greater than 1 ആണെങ്കിൽ it is a supercritical flow. If it is equal to 1 ആണെങ്കിൽ critical flow. Okay, subcritical ആണെങ്കിൽ less than 1. In the stability of floating bodies, the stable equilibrium is attained if the metacenter M എങ്ങനെയായിരിക്കണം? lies above ആണോ, coincides with ആണോ, lies below ആണോ, parallel ആണോ? lies above ആണ്. ഓക്കെ, സ്റ്റേബിൾ ആണെങ്കിൽ above, ന്യൂട്രൽ ആണെങ്കിൽ coincides with, അൺസ്റ്റേബിൾ ആണെങ്കിൽ below. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. മെറ്റാസെൻട്രിക് ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും. എപ്പോഴാ? എം ഇസ് എബവ് ജി. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറയും. എം കോയിൻസൈഡ്സ് വിത്ത് ജി. ജി എം ഇസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ എന്ന് നമ്മൾ പറയും, അതായത് എം ഇസ് ബിലോ ജി. ഓക്കെ, സ്റ്റേബിൾ, ന്യൂട്രൽ, അൺസ്റ്റേബിൾ. ന്യൂട്രൽ എല്ലാവർക്കും അറിയാം, എം കോയിൻസൈഡ്സ് വിത്ത് ജി ആണ്. ഓക്കെ, ഇത് ന്യൂട്രലിന്റെ മുകളിലല്ലേ സ്റ്റേബിൾ ഇരിക്കുന്നത്, അതുകൊണ്ട് എം ഇസ് എബവ് ജി അങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഓക്കെ, ന്യൂട്രലിന്റെ താഴെയാണ് അൺസ്റ്റേബിൾ, അപ്പൊ എം ഇസ് below G. Okay, a vertical triangular plane area submerged in water with one side in free surface, vertex downward, and the altitude h has the pressure center below the surface by h by 2. triangle അതേ triangle section base length h by 2 അല്ലേ, അതുകൊണ്ടാ h by 2. For incompressible fluid flow, if the area reduces, then what is the effect on velocity? Area reduce ആകുമ്പോൾ velocity obviously increase ആകത്തുള്ളൂ, അതാ increases. The diameter of the pipe at the sections 1 and 2 are 8 cm and 13 cm. Find the discharge through the pipe if the velocity of flow through the pipe at the section 1 is given. Determine also the velocity at the section 2. ഇത് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തതാ. a1v1 is equal to a2v2. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി എടുത്ത അതർ സെക്ഷന് കിട്ടും. ഓക്കെ, 2 pipelines of equal length and diameters 10 cm and 40 cm are connected in parallel between 2 reservoirs. If the friction factor F is same for both the pipes, the ratio of the discharges in the larger to the smaller pipe is 32. ഇത് എങ്ങനെയാ അവർ കണ്ടുപിടിച്ചത്? രണ്ട് റിസർവോയർ, ഒരു പൈപ്പ് 10 സെന്റിമീറ്റർ ആണ്, മറ്റേ പൈപ്പ് 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തുവാന്ന് വെച്ചാൽ പാരലൽ ആണെങ്കിൽ ഹെഡ് ലോസ് സെയിം ആയിരിക്കും. ഇത് മറക്കരുത്, പാരലൽ ആണെങ്കിൽ ഹെഡ് ലോസ് സെയിം ആയിരിക്കും, സീരീസ് ആണെങ്കിൽ ഹെഡ് ലോസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പാരലൽ അല്ലേ, അപ്പം ഹെഡ് ലോസ് ഫോർ ദ സ്മോളർ പൈപ്പ് ഇസ് ഈക്വൽ ടു ഹെഡ് ലോസ് ഫോർ ദ ലാർജർ പൈപ്പ്. ഓക്കെ, ഹെഡ് ലോസ് എന്തുവാ? FL V² ഡിവൈഡഡ് ബൈ 2GD.
അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ലാർജർ പൈപ്പിന്റെ ഹെഡ് ലാസ്. ഓക്കെ, അപ്പൊ എഫ് എൽ 2G എല്ലാം ക്യാൻസൽ ആയി പോവും. അവസാനം VS SM എന്ന് പറയുന്നത് സ്മോളർ പൈപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ലാർജർ പൈപ്പാണ്. അപ്പൊ ഇത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വെലാസിറ്റി എന്ന് പറയുന്നത് എന്തുവാ? ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ഏരിയ, അവിടെ സ്ക്വയർ ഉള്ളത് കണ്ട് Q² ഡിവൈഡഡ് ബൈ A² ഇങ്ങനെ മാറും. ഓക്കെ, അപ്പം ഇത് നമുക്ക് അവരെ ക്വസ്റ്റ്യനകത്ത് ലാർജർ ഏരിയ റേഷ്യോ ഓഫ് ലാർജർ ടു സ്മോളർ പൈപ്പാണ്. അപ്പൊ Q ലാർജർ ഡിവൈഡഡ് ബൈ Q സ്മോളർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏരിയ അറിയാലോ, പൈപ്പ്. ഇപ്പൊ π/4 ഇൻറ്റു ഡയാമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് Q ലാർജർ ഡിവൈഡഡ് ബൈ Q സ്മോളർ ഇസ് ഈക്വൽ ടു 32 ഇങ്ങനെ കിട്ടും. ഓക്കെ, sudden and turbulent passage of water from a supercritical state to subcritical state is known as hydraulic jump. Specific energy of a flowing fluid per unit weight is equal to h² plus v² divided. Specific energy of a flowing fluid per unit weight is equal to h plus v² divided by 2G. ടോട്ടൽ എനർജി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് P/ρg plus v² divided by 2G plus h വരും. ഓക്കെ, an ideal vertical curve to join two gradient is parabolic. The real image of an object formed by the objective must lie in the plane of crosshairs. The real image of an object formed by the objective must lie in the plane of crosshairs. Closed contours of decreasing values towards their center represent a depression. Dash is a term used that prevents that needle from pointing to the magnetic north in a given locality. Local attraction. Okay, local attraction is a term used that prevents a needle from pointing to the magnetic north in the given locality. The line drawn through the points of same declination is isogonic. Through the same points of same declination എന്ന് പറയുന്നത് isogonic. A line of levels has been run from a benchmark of elevation തന്നിട്ടുണ്ട് and the end at the another benchmark of elevation തന്നിട്ടുണ്ട്. The sum of a backside and the sum of the backside is also given. The closing error of the survey work. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.06 ആണ്. എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ചെക്കിൻ്റെ അരിത്മെറ്റിക് ചെക്കിൻ്റെ ഫോർമുലയാണ്. സമ്മേഷൻ ഓഫ് ബാക്ക് സൈഡ് മൈനസ് സമ്മേഷൻ ഓഫ് ഫോർ സൈഡ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് RL minus first R. Okay, a relatively fixed point of known elevation above the datum line is called benchmark. A total station is a combination of electronic theodolite and EDM. Electronic theodolite and EDM. Which of the following indicates the principles of GPS? Trilateration. Trilateration. The maximum number of satellites needed for the GPS to determine its position എത്ര വേണം? 4 എണ്ണം വേണം. മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് എത്രയാ? 4 ആണ്, 4 ആണ്. In a liquid limit, test the moisture content for the 10 blows or 70% and the 100 blows 20%. The liquid limit of the soil is 65%. നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്പർ ഓഫ് ബ്ലോസ്. 10ന് 70%, 100ന് 20%. ഇതാണ് നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കുക.
ഓക്കെ, ഇത് മാത്രം ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കണേ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, ഇത് 10 ബ്ലോസ്, ഇത് 100 ബ്ലോസ് ആണ്. 100ന് നമ്മൾ 20യും 10ന് 70യും കിട്ടി. ഇത് നമ്മൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ എക്സ്. 25ന് ഉള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്, ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ 25 ബ്ലോസിന് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ലെങ്ത് ഇത്രയും പോർഷൻ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇത്രയും 90 ആണ്. ദിസ് വിൽ ബി 75 ബിക്കോസ് ഇത് നമ്മൾ 25 നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ആണ്. 25 നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 75 ആയിരിക്കും. അപ്പൊ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് ആ തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ x ഡിവൈഡ് ബൈ 75 ഇസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 90. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും. ഈ എക്സ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്. അതായത് നമ്മുടെ ഈ പോർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. താഴെ ഇത്രയും പോർഷൻ ഇല്ലേ, ഇത് എത്രയാ? 20% ആണ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് എത്രയാണ് കിട്ടും. അപ്പം ആൾമോസ്റ്റ് നമുക്ക് 61 സംതിങ് കിട്ടി. അപ്പം നമുക്ക് ഇവിടെ നിയർലി വരുന്നത് 65% ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 65 എടുത്തിരിക്കുന്നത്. ഓക്കെ, when drainage is permitted under initially applied normal stress only and fully primary consolidation is allowed to take place, the test is known as consolidated undrained test. Okay, consolidated undrained test ആണ്. In compacted soil sample using 10% moisture content has a weight of 200 gram and mass weight of 2 gram per centimeter cube. If the specific gravity of soil particles and water are 2.7 and 1, the degree of saturation of the soil is എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ അറിയാനുള്ള ഫോർമുലയാണ് E is equal to WG by SR. E is equal to WG by SR അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, SR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഇതിനകത്ത് വോയിഡ് റേഷ്യോ അവർ തന്നിട്ടില്ല. അപ്പൊ ആദ്യം വോയിഡ് റേഷ്യോ എന്തുവാണ് കണ്ടുപിടിക്കണം. ഓക്കെ, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് G ഇൻറ്റു ഇതാണ് ഫോർമുല. G ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് -1. ഇതാണ് ഫോർമുല. പക്ഷെ ഇതിനകത്ത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമുക്ക് അറിയില്ല. അപ്പൊ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 1+W ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് E കണ്ടുപിടിക്കാം. ഓക്കെ, പെട്ടെന്ന് E കണ്ടുപിടിക്കാം. E കണ്ടുപിടിച്ചിട്ട് നമുക്ക് S കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, the coefficient of curvature is defined as d30 the whole square divided by d60 into d10. ഓക്കെ, അപ്പം ഇതിനകത്ത് വേറൊരു ഫോർമുല ഉണ്ട്. നമുക്ക് d60 by d10 അത് എപ്പോഴാണ് നമ്മൾ എതിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി അല്ലെങ്കിൽ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ചോദിച്ചാലോ നമുക്ക് d60 by d10. The liquid limit and plastic limit exist in clayey soils. Clayey soils la rendum exist ആയിരിക്കും. The ratio of settlement at any time t to the final settlement is known as degree of consolidation. The fundamental relationship between dry density, specific gravity, water content and percentage of air voids is 1 by Na into G into gamma W. First option ആണ് answer. Okay, if the coefficient of active pressure Ka is 1 by 3, the coefficient of passive pressure Kp is 3 ആണ്. A cylinder of clayey soil fails under axial vertical stress of 20 N per meter square when it is laterally unconfined.
The failure plane makes an angle of 45 degrees with the horizontal. The cohesion of soil sample will be 10 ton per meter square. Field test for determining shear strength of soil is main shear stress. Separation of coarse aggregate from mortar during transportation is known as segregation. Separation, segregation. Workability of concrete for a given water content is good if the aggregates are rounded aggregate. Efflorescence in cement is caused due to the excess of alkalis. Efflorescence naale alkalis da. Idu eppozhum marakkiradhu. Sands of zone 1 are coarse. Dicalcium silicate generates less heat of hydration. Bulking of sand is swelling of sand when wetted. Bulking of sand is swelling of sand when wetted. Pessimistic and optimistic time for completing an activity are given as 10 days and 4 days. What is the variation of the activity എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ 1 ആണ്. അവരെങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല ഏതാണെന്ന് വെച്ചാൽ V is equal to TP minus TO divided by 6 the whole square ആണ്. ഓക്കെ, ഇത് തന്നിട്ടുണ്ടല്ലോ. ടി പി എന്ന് പറയുന്നത് 10 ആണ്. ടി ഒ ഓപ്റ്റിമിസ്റ്റിക് ടൈം 4 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേരിയൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ചിലപ്പം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ചോദിക്കുവാണെങ്കിൽ ഇതാണ് ഫോർമുല. ഇത് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ടി ഈസ് ഈക്വൽ ടു ടി പി പ്ലസ് 4TM പ്ലസ് TO ഡിവൈഡഡ് ബൈ 6 ആണ്. ടി പി എന്ന് പറയുന്നത് പെരിസ്മെറ്റിക് ടൈമാണ്. ഒ എന്ന് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് ടൈമാണ്. എം എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈമാണ്. ഓക്കെ, time by which an activity completion time can be delayed without affecting the start of the succeeding activity is known as free float. When an offer with certain terms and conditions is given in written form, it is called as tender. The development of first 28 days strength is on account of hydration of C3S.